കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്നതിൽ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ. മുൻപ് പറഞ്ഞ പരാതികളോട് കാണിച്ച അവഗണനയുടെ ഭാഗമാണ് അപകടമെന്നും പാലം നിർമ്മിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്നും നാട്ടുകാർ. മണ്ണിന് പകരം എക്കൽ മണലാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ചതുപ്പിൽ കോൺക്രീറ്റ് നടത്താതെയാണ് മണൽ നിറച്ചത്. അപകടം നടന്നയിടത്ത് തിടുക്കപ്പെട്ട് മണ്ണ് നീക്കിയത് അഴിമതി പുറത്തറിയാതിരിക്കാനാണെന്നും നാട്ടുകാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് മൊത്തം ചെളിയാണ്. ഇത് ചെളിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെളിയിൽ എത്ര അഴുക്ക് മണ്ണ് കൊണ്ടിട്ടിട്ട് റോഡ് പണിയാൻ ശ്രമിച്ചാൽ ഇത് ഇനിയും താരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായം. മണലെന്ന് പറഞ്ഞാൽ ഇത് ഈ ശാസ്താംകോട്ട കായലിൽ നിന്ന് സർക്കാർ ഓർഡർ പ്രകാരം കൊണ്ടുവന്നിട്ട ചെളിയും മണ്ണും കൂടെ ചേർന്നതാണ്. ചെളിയുടെ പുറത്തൂടെ ഈ മണ്ണും കൂടെ കൊണ്ടുവന്നിട്ട താരുവല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഈ താന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 10-20 അടിയോളം മൊത്തത്തിൽ ഇത് താന്നു പോയി, കുഴിഞ്ഞ് താന്നു പോയിടം കൊണ്ട് വേണ്ട 33 പിള്ളേരുമായിട്ട് കിംസ് സ്കൂളിലെ ബസ് വന്ന് ആ നിൽക്കുന്ന സമയത്ത് ആ നടുക്കെത്തിയപ്പോഴാണ് ഇത് ഈ മലന്നത് തിരിച്ച് അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഈ 33 കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ കല്യാട്, ഈ അപകടമുണ്ടായ ദേശീയപാതയിൽ ഈ വലിയ ഗർത്തം രൂപപ്പെട്ട ഭാഗത്തേക്ക് എത്തി അവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവരിത് പ്രതീക്ഷിച്ചിരുന്ന ഒരു ദുരന്തമെന്നാണോ പറയുന്നത് അർജുൻ? സുജിയ, തീർച്ചയായിട്ടും ഇത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. നിരവധിയായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചു. പക്ഷേ ആ പരാതികൾക്കെല്ലാം അവഗണന മാത്രമായിരുന്നു ഈ പരാതി പറഞ്ഞവർ ഈ നാട്ടുകാരോട് നൽകിയത് എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ. അതിൽ എണ്ണമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നാട്ടുകാർ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്താകെ തന്നെ കൊണ്ടിട്ടിട്ടുള്ളത് എക്കൽ മണ്ണാണ്. അതായത് പൂർണ്ണമായും ഇവിടെ കൊണ്ടുചെന്നിട്ടുള്ളത് എക്കൽ മണ്ണാണ്. അതുകൊണ്ടുകൂടിയാണ് ഇതിങ്ങനെ പെട്ടെന്ന് ഇടിഞ്ഞ് താഴേക്ക് പോയത് എന്നുള്ള ഗുരുതര ആരോപണം അവർ ഉന്നയിക്കുകയാണ്. ഒരു തരത്തിൽ പോലും ഇത്തരം എക്കൽ മണ്ണ് ഇവിടെ കൊണ്ടുചെന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അന്നേ പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞ സമയത്ത് ആരും അത് മുഖവിലക്കെടുത്തില്ല. അതിനു പുറമെ ഇങ്ങനെ ഒരു ചതുപ്പ് നിരത്ത് രണ്ടു വശത്തും നേരത്തെ പറഞ്ഞതുപോലെ ഏല എന്ന് പറയുന്ന ഒരു വയൽ പ്രദേശമാണ്, ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത്, ഇതിൻ്റെ ഫൗണ്ടേഷൻ നിൽക്കുന്ന ഭാഗത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ മണ്ണിടേണ്ടതായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ പരാതിയായി പറഞ്ഞതാണ്. പക്ഷേ അന്ന് ആ പരാതി അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം ഈ പറയുന്ന ഇവിടെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഏകദേശം 7-ലധികം ഹിറ്റാച്ചുകൾ വെച്ചുകൊണ്ട് 20ഓളം തന്നെ വലിയ ടോറസ് ലോറികൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന്, അതായത് രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിടുക്കം കാണിച്ചത് ഇതിനകത്തുള്ള അഴിമതി പുറത്തു വരാതിരിക്കാനാണ് എന്നുള്ള ആക്ഷേപം പോലും ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന അപകടം നടന്ന ഇടിഞ്ഞതാണ് ആ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ്. ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഈ പറയുന്ന ഈ ദേശീയപാതയുടെ ഭാഗമായ നിർമ്മാണത്തിൽ ഈ പറയുന്ന സൈഡ് പില്ലറിൻ്റെ ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞ് ഒരു വശം ചെരിഞ്ഞ് നിൽക്കുന്ന ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയും. മണ്ണ് ഒരു വശത്തേക്ക് തള്ളി നീങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴ്ന്നപ്പോൾ ഈ പറയുന്ന പില്ലറുകൾ ഉൾപ്പെടെ തകർന്നു വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് പുറമെ റോഡിൽ ഉൾപ്പെടെ വലിയ വിള്ളലുകൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. സുജയ, ഈ പറയുന്ന ഭാഗത്തൊക്കെ വലിയ വിള്ളലുകളാണ്. ഏകദേശം ഒരു കാല് ഇട്ടാൽ പോലും താഴ്ന്നു പോകാൻ പാകത്തിലുള്ള അത്രയും വലിയ വിള്ളലുകളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പറയുന്ന വിള്ളലുകൾ പോലും രൂപപ്പെടാൻ പര്യാപ്തമായ രീതിയിലുള്ള അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറയുന്നു. അതിനു പുറമെ ഈ പറയുന്ന സർവീസ് റോഡിനോട് ചേർന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു കലുങ്കുണ്ടായിരുന്നു. ആ കലുങ്ക് അങ്ങനെ തന്നെ പൊട്ടി നടുകെ പിളർന്നുകൊണ്ട് രണ്ടായി മാറിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രയും വലിയ രീതിയിലുള്ള കനത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ആഘാതമുണ്ടാക്കിയിട്ടുള്ള ഒരു അപകടമാണ് നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയൊരു കോൺക്രീറ്റ് അങ്ങനെ തന്നെ അടർന്ന് പോവണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടായി പിളർന്നു മാറണമെങ്കിൽ വലിയ രീതിയിൽ വലിയ അപകടമാണ് ഉണ്ടായത്. നമുക്ക്